ഞങ്ങൾ അത് ക്ലോസ് ചെയ്തല്ലോ, അത് ക്ലോസ് ചെയ്താണ് KPCC, അത് ക്ലോസ് ചെയ്താണ്. അല്ല, അതൊക്കെ ഞാനല്ലല്ലോ പറയുന്നത്, KPCC പ്രസിഡന്റ് പറയും. വയനാട് ഉരുൾപൊട്ടലിനെ സ്വന്തം കീശ വീർപ്പിക്കുവാനുള്ള ഉപാധിയാക്കി മാറ്റിയ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദുരന്തമുഖത്ത് മാലാഖമാരായി അവതരിച്ച് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരെ ക്രൂരമായി പറ്റിച്ച് കടന്നുകളയാൻ മനക്കോട്ട കെട്ടിയവർ, സർവം നഷ്ടപ്പെട്ടവരെ മുൻനിർത്തി കൊള്ളയടിക്കുവാനുള്ള അവരുടെ ഗൂഢനീക്കങ്ങളെ പൊളിക്കുകയാണ് പൊതുസമൂഹം. ഇപ്പോഴിതാ KPCC ഫണ്ട് പിരിവ് തട്ടിപ്പ് നടത്തിയ സംഭവത്തെ ട്രോളുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. രജിത് രാമചന്ദ്രൻ എന്നൊരാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത്. ആപ്പ് മുഖേന KPCC നടത്തിയ ഫണ്ട് പിരിവിനെ നല്ല വെടിപ്പായി ട്രോളുന്നുമുണ്ട് ഈ പോസ്റ്റ്. ഇപ്പോൾ ആപ്പുമില്ല, കോപ്പുമില്ല, ഫണ്ടുമില്ല, വീടുമില്ല, സ്ഥലവുമില്ല, ചോദിച്ചാൽ ഒന്നും മിണ്ടുന്നുമില്ല. ശരിയാണ്, ഫണ്ട് എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നൊന്നും ആരും ചോദിക്കരുത്. രജിത് രാമചന്ദ്രൻ പറയുന്നത് പോലെ ഏറ്റവും രസകരം ഈ ആപ്പിന്റെ പേര് തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദുരിതാശ്വാസ ഫണ്ട്. ശരിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള ആശ്വാസ ഫണ്ട് തന്നെയാണ്. ഉരുൾപൊട്ടൽ നടന്നിട്ട് വർഷം 1 കഴിഞ്ഞിട്ടും വീട് വെക്കുവാനുള്ള സ്ഥലത്തിന്റെ കാര്യത്തിൽ പോലും തീരുമാനമുണ്ടായിട്ടില്ല. അതിനിടയ്ക്ക് ലീഗിന്റെ ഭൂമി തട്ടിപ്പും പുറത്തു വന്നു. വിലയുടെ 4 ഇരട്ടി നൽകിയാണ് സ്ഥലം ഏറ്റെടുപ്പ്. അതാണെങ്കിൽ തോട്ടം ഭൂമിയും. ഇതൊന്നും ആരും അറിയില്ലെന്ന് കരുതിയോ? ജനങ്ങളിൽ നിന്ന് പിരിച്ച 40 കോടിയിൽ സ്ഥലത്തിനു മാത്രം ലീഗ് ചെലവഴിച്ചത് 12 കോടി രൂപയിലധികമാണ്. ഇതിലും കുറഞ്ഞ വിലയ്ക്ക് ഭൂമി കിട്ടുമോ എന്ന് വെല്ലുവിളിച്ച PK ഫിറോസ് നാണം കിട്ടു. പിന്നാലെ കോൺഗ്രസിന്റെ വെട്ടിപ്പിന്റെ കഥയുമെത്തി. 100 വീടുകൾ നൽകുമെന്ന് പറഞ്ഞത് പ്രഖ്യാപനം മാത്രമായി. ഇപ്പോൾ ധൃതി പിടിച്ച് അടിസ്ഥാന സൗകര്യമില്ലാത്ത ഉൾപ്രദേശം വലിയ വില കൊടുത്ത് വാങ്ങുന്നതായാണ് ആരോപണം. കമ്മീഷനായി നേതാക്കൾ വലിയ തുക വാങ്ങുന്നുവെന്നും പറയുന്നുണ്ട്.